മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെ പുതിയ നടപടികൾ വരുന്നു. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ടൂ വീലർ ഓടിക്കുകയും അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ പോവുകയും സൈലൻസ് തുറന്നു വെച്ചൊക്കെ വണ്ടി ഓടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഏതായാലും MVDയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും കൂടെ ചേർന്ന് ഇങ്ങനെ പിടിക്കുന്ന കുട്ടികളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും, അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നടപടി ഉണ്ടാവും, മാതാപിതാക്കൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. മാതാപിതാക്കൾ കുട്ടികൾക്ക് ടൂ വീലർ 18 വയസ്സ് താഴെയുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. അഥവാ വാങ്ങിച്ചു കൊടുക്കാതെ അവരുടെ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോയി ചെത്തി നടക്കുന്ന കുട്ടികൾക്കെതിരായിട്ട് നടപടി വരുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ 2023 ജൂൺ മുതലാണ് കേരളത്തിലെ AI ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ സ്ഥാപിച്ചത്. എത്രയോ കോടി രൂപ ചിലവാക്കിയിട്ടാണ് കേരളത്തിൽ ഈ AI ക്യാമറകൾ ഇൻസ്റ്റോൾ ചെയ്തത്. പക്ഷേ അതൊന്നും ഇപ്പം പ്രവർത്തിക്കുന്നില്ല എന്നാണ് വരുന്നത്. കാരണം കോഴിക്കോട് തന്നെ AI ക്യാമറയിലെ പണിഷ്മെൻറ്റിന് അർഹരായവരെ കൊടുക്കാനുള്ള തുക 40 കോടി രൂപയാണെന്നാണ് വന്നിരിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഘടിപ്പിച്ച AI ക്യാമറ അത് മുഴുവൻ മെയിൻ്റനൻസ് നടത്തി അത് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം നമ്മൾ ഈ AI ക്യാമറ ഇത്രയും കോടി രൂപ ചിലവാക്കി എന്തുകൊണ്ടാണ് സ്ഥാപിച്ചത്? കാരണം ഓവർ സ്പീഡ് കുറയ്ക്കാനും നമുക്ക് അപകടം ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, നല്ല ഉദ്ദേശത്തോടെ സ്ഥാപിച്ചതാണ്. അപ്പം അതിനകത്ത് മേജറായിട്ട് വരുന്ന കുറ്റങ്ങൾ പലർക്കും അതിനകത്ത് പെനാൽറ്റി അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് AI ക്യാമറ നിസ്തുലമായ സേവനം ചെയ്യുന്നുണ്ട്. അത് ട്രാഫിക് അപകടങ്ങൾ ഒഴിവാകാനും മനുഷ്യജീവനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ AI ക്യാമറ സ്ഥാപിച്ചത്. അതിനകത്ത് 5-6 ഒഫൻസുകളാണ് മെയിനായിട്ട് AI ക്യാമറയിൽ വരുന്നത്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിച്ചാൽ അത് AI ക്യാമറ ദൃശ്യത്തിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കാതെ ടൂ വീലർ ഓടിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. മുൻവശത്തിരിക്കുന്ന ആൾ മാത്രം ഹെൽമെറ്റ് ധരിക്കുകയും പിന്നിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ധരിക്കാതെയും പോകുന്ന ദൃശ്യങ്ങൾ കാണും. അവരും പെനാൽറ്റിക്ക് ബാധകമാണ്. ഇരുചക്ര വാഹനങ്ങളിൽ 2ൽ കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നതും AI ദൃശ്യത്തിൽ വന്നാൽ അവരും പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കാർ ഓടിക്കുന്നവരും ശ്രദ്ധിക്കുക. മുൻവശത്തെ ഡ്രൈവർ മാത്രമല്ല, മുൻവശത്തിരിക്കുന്ന മറ്റേ ആളും സീറ്റ് ബെൽറ്റ് ഇടണം. അതും AI ക്യാമറയെ ദൃശ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി അടിക്കേണ്ടി വരും. ഓവർ സ്പീഡ് തീർച്ചയായിട്ടും എവിടെയായാലും 80-85 കിലോമീറ്റർ കൂടുതൽ ടൂ വീലർ അല്ലെങ്കിൽ 4 വീലർ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. കോഴിക്കോട് ജില്ലയിൽ അതുകൊണ്ടാണ് AI ക്യാമറയിൽ ഈ കുറ്റം കണ്ടുപിടിച്ച ഏകദേശം 40 കോടി രൂപയുടെ പെനാൽറ്റി അടയ്ക്കാനുണ്ട്. പലരും അടയ്ക്കാൻ തയ്യാറാകുന്നില്ല, അടയ്ക്കുന്നുമില്ല. പലർക്കും സമൻസൊക്കെ കിട്ടിയിട്ട് അവർ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പം ഈ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഒഫൻസുകളൊക്കെ നേരത്തെ സിറ്റികളിലെല്ലാം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പലയിടത്തും ഉണ്ടായിരുന്നു. അത് കുറേ നാളുകൾക്ക് മുമ്പ് അതങ്ങ് നിർത്തലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ട്രാഫിക് ഒഫൻസ് കേസെടുക്കാനും നിർദ്ദേശം വന്നു. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് അന്ന് തോന്നിയെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമില്ല, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. നേരത്തെ സിറ്റികളിലൊക്കെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സിറ്റിയിൽ നോർത്തും സൗത്തും 2 AC-മാരുടെ കീഴിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ ട്രാഫിക് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യവും നടക്കുന്നില്ല, അവർക്ക് ആവശ്യമുള്ള കേസെടുക്കുന്നില്ല, അവിടെ സെറ്റിൽമെൻറ്റിൽ അവർ മുന്നോട്ട് പോവുകയാണ്. പലർക്കും പരിക്കേറ്റിട്ട് അതിൽ നിന്ന് ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഈ ട്രാഫിക് ഒഫൻസസ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം തിരുവനന്തപുരത്ത് സിറ്റി, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം സിറ്റികളിൽ കീഴിലെങ്കിലും ഓരോ അസിസ്റ്റൻറ്റ് കമ്മീഷണർമാർ അല്ലെങ്കിൽ 2 അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരുടെ കീഴിലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പുനരുദ്ധരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായ ട്രാഫിക് നിയന്ത്രണത്തിന് ആവശ്യമുള്ള പോലീസുകാരും അതുപോലെ ട്രാഫിക് ഒഫൻസ് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരായിട്ട് കേസെടുക്കാനുള്ള സംവിധാനവും ഇതേ പോലീസ് സ്റ്റേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കി അത് വീണ്ടും പുനരുദ്ധരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് വർക്ക് കൂടുതലായിട്ട് അവിടെ പോയി ആ ട്രാഫിക് ഒഫൻസ് കേസുകൾ പലരും സഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് സിറ്റികളിലെങ്കിലും പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനുള്ള സംവിധാനം പഴയ പോലെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ
ട്രാഫിക് ആക്സിഡൻറ്റിൽ മനഃപൂർവ്വം ട്രാഫിക് ഒഫൻസിൽ അല്ലെങ്കിൽ ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടാക്കി ആൾക്കാരെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതെ അതും ഈ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ SHOമാർ കൃത്യമായി അതിനും നടപടിയെടുക്കും. മർഡർ വരെ ട്രാഫിക് വാഹനം ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നേരത്തെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ട്രാഫിക് റെഗുലേഷനിലും ട്രാഫിക് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിലും അവർക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ വളരെ പെട്ടെന്നുണ്ടാകുമായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല. അതുപോലെ തന്നെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ലോക്കൽ പോലീസിൻ്റെ തിരക്ക് കാരണം ട്രാഫിക് പോലീസുള്ളവർ റോഡിൽ ഡാസ്ലിംഗ് ഹെഡ്ലൈറ്റ്സ്, കാരണം രാത്രി കാലങ്ങളിൽ ആരും ആ ലൈറ്റ് ഡിമ്മ് ചെയ്യത്തില്ല. എതിർവശത്തും വരുന്നവർക്കും പലർക്കും വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്നില്ല, അവർ ഇരുട്ടിലാകുന്നു, അവരെ കണ്ണ് ഇരുട്ടിലേക്ക് പോകുന്നു, അപകടം ധാരാളം ഉണ്ടാകുന്നു. അതാണ് AG ഗാർഡനർ എന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ആ ആർട്ടിക്കിൾ എഴുതിയ ഡാസ്ലിംഗ് ഹെഡ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് അതേപ്പറ്റി തന്നെ അന്നേ ബോധവാനായിരുന്നു. അതൊക്കെ ഇപ്പോഴിവിടെ യഥേഷ്ടം ആരും ഡിമ്മ അടിക്കത്തില്ല. അതേ സ്പീഡിലങ്ങ് നാഷണൽ ഹൈവേയിലും സൈഡ് റോഡുകളിലും സിറ്റി റോഡിലുമൊക്കെ ഈ രാത്രികാലം 6-7 മണി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഡിമ്മടിച്ച് പോകണമെന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യണം നമ്മൾ. അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ പയ്യന്മാരെല്ലാം രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സന്ദർഭത്തിൽ റോഡിലെ ട്രാഫിക്കൊക്കെ വിജനമാവുമല്ലോ, വെഹിക്കിൾ ധാരാളം ഇല്ല. ആ സന്ദർഭത്തിൽ സൈലൻസർ തുറന്നു വെച്ച് അതിഗംഭീരമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ധാരാളം കുട്ടികളെ തിരുവനന്തപുരം സിറ്റിയിൽ കാണാം. തിരുവനന്തപുരത്ത് കവടിയാറിലും അതുപോലെ BMG ഈ നന്തങ്കോട് റോഡുകളിലും നന്തങ്കോട് കവടിയാർ റോഡിലും ഇത് സർവ്വസാധാരണമാണ്. രാത്രി 10-ന് ശേഷം സൈലൻസർ തുറന്നു വെച്ച് അതിഗംഭീരമായ വെടിക്കെട്ടിൻ്റെ ശബ്ദത്തോടു കൂടി പോകുന്ന 2 വീലറുകൾ ധാരാളം കാണാം. അതിനെന്തായാലും അവർക്ക് അത് കണ്ടെത്തി CCTV ദൃശ്യത്തിലൂടെ കണ്ടെത്തി അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് സൗണ്ട് പൊല്യൂഷൻ ധാരാളമായിട്ട് സിറ്റികളിൽ നടക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകണം. അത് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കണമെന്നെങ്കിൽ രാത്രി കാലത്തും ട്രാഫിക് പോലീസ് ഭംഗിയായി കൃത്യനിർവഹണം നടത്തിയെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ പിടിക്കാനൊക്കെയുള്ളൂ. അതുകൊണ്ട് സിറ്റികളിലെല്ലാം വീണ്ടും ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വീണ്ടും കൊണ്ടുവരണം എന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിലൊരു നടപടി വന്നാൽ അത് ലോക്കൽ പോലീസിൻ്റെ ഹെവി വർക്കിന് അല്പശമനം ഉണ്ടാകുകയും ചെയ്യും. ആ ജനങ്ങൾക്ക് നീതി പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. ട്രാഫിക് ആക്സിഡൻറ്റ് കേസിൽ കോമ്പൻസേഷനൊക്കെ ലഭിക്കാനായിട്ട് അവർക്ക് FIRൻ്റെ കോപ്പികളും മറ്റൊക്കെ വേണ്ടി വരും. അത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ വളരെ ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഒരു FIR എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കാരണം അവിടുത്തെ തിരക്കുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും സിറ്റികളിലെങ്കിലും പോലീസ് സ്റ്റേഷൻ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പുനരുജ്ജീവിപ്പിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.